തിരുവല്ല കിഴക്കൻ മുത്തൂരിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ. ബുധനാഴ്ച വൈകുന്നേരം 6:50. 3 വാഹനങ്ങൾ, 3ലും ഓരോരുത്തർ. 3 വാഹനങ്ങളും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മടങ്ങുന്നതായാണ് കാണുന്നത്. പോലീസുകാരൻ നിശാന്ത് ചന്ദ്രന്റെ വീട്ടിലെത്തിയ ഇവർ അദ്ദേഹമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ലെന്ന് ഉറപ്പാക്കി മടങ്ങി. ഇന്നലെ പിടിയിലായ സുബിൻ അലക്സാണ്ടർക്ക് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോകാൻ സഹായം ചെയ്തവരിൽ ചിലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. മുൻപ് സുബിനടക്കം ഗുണ്ടകളെ വിവിധ കേസുകളിൽ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് നിശാന്ത് ചന്ദ്രൻ. ഇതിലുള്ള വിരോധമാകാം ഇദ്ദേഹത്തെ തേടിയെത്തിയതിന്റെ പിന്നിലുള്ളതെന്നാണ് സംശയം. ദൃശ്യങ്ങളിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടമകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം സുബിൻ അലക്സാണ്ടർ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതിന് ഏതാനും ദിവസം മുൻപ് സംഘടിപ്പിക്കപ്പെട്ട ഒരു പിറന്നാൾ വിരുന്നിൽ ഗുണ്ടകൾ സംഗമിച്ചിരുന്നു. ചുമത്ര ശിവക്ഷേത്രത്തിന് സമീപത്തെ താമസക്കാരനായ സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നവരിലേക്ക് വിശദമായ അന്വേഷണമുണ്ടാകും. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ റെയ്ഡിൽ സുബിന്റെ കൂട്ടാളികളായ ഏതാനും പേർ പിടിയിലായിരുന്നു. കസ്റ്റഡിയിലിരിക്കെ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് സുബിൻ അലക്സാണ്ടർക്ക് ഷർട്ട് ഊരി നൽകിയ വിരുദ്ധനും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. 2023 കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ആളാണ് സുബിൻ അലക്സാണ്ടർ. തിരികെ എത്തിയ ശേഷവും അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടു. ഏതാനും ദിവസം മുൻപ് ബാർ പരിസരത്ത് യുവാവിന്റെ ജനനേന്ദ്രിയം കടിച്ചുപറിച്ച സംഭവത്തിലാണ് പിടിയിലായത്. സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കെ പോലീസുകാരുടെ കണ്ടുപിടിച്ച് കടന്ന ഇയാളെ ഇന്നലെ കോട്ടയത്തു നിന്നാണ് പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.